ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, അപ്പോൾ ഒന്ന് ബീച്ച് വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നപ്പോൾ ഇതാ അവിടെ ഭയങ്കര വെയിലാട്ടോ. വെയിൽ മാറിയിട്ടില്ല ശരിക്കും. ഈ ബീച്ചിലിപ്പോൾ ഹാർബറൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ടുകളൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിൽക്കുകയാണ് എല്ലാവരും. നല്ല രസം കിട്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇതാ ഇങ്ങനെ ഒരു സീന് കണ്ടത്. ഇതെന്താണെന്ന് ആദ്യം ഇങ്ങോട്ട് മനസ്സിലായില്ല. പിന്നെയാണ് പറഞ്ഞത് മീനിൻ്റെ കുട്ടികളാണെന്നൊക്കെ. അപ്പം മീനിൻ്റെ കുട്ടികളെ കരക്കൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഭയങ്കര ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ മേലേക്ക് നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വിമാനം പോകുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇതാ ബീച്ചിൽ അങ്ങനെ അധികം ആളുകളൊന്നും എത്തിയിട്ടില്ല. കാരണം സമയമായി വരുന്നേ ഉള്ളൂ ആളുകൾ എത്താനേ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് മുന്നോട്ടേക്കൊക്കെ നടന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസ്ക്രീം വിൽക്കുന്ന ചേട്ടൻ ഞങ്ങളങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഞങ്ങളിപ്പോൾ വാങ്ങുമെന്ന് കരുതിയിട്ടാകും. പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല ഗൈസ്. കണ്ടില്ലേ നല്ല ഫ്രഷ് കല്ലുകൾ. ഇത് പുതിയതാട്ടോ, പുതിയ ഹാർബറാട്ടോ. ഇപ്പോൾ അതിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, മുഴുവനായിട്ടില്ല. അപ്പോൾ ഇത് അമ്മ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു, നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു. അവിടെ കാണാനായിട്ട് പ്രത്യേകിച്ചിട്ടൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കണ്ട ബോട്ടൊക്കെ ഉണ്ടല്ലോ, ആ ബോട്ടിൻ്റെ സൈഡ് വ്യൂ ആണ് ഇതൊക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ ഈ കടയുടെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്നു. ഞാൻ കരുതി ഇപ്പോൾ വാങ്ങിത്തരുന്നു, പക്ഷെ വാങ്ങി തന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് താഴത്തേക്ക് ഇറങ്ങി പോകുന്നേ. കണ്ടില്ല, നേരത്തെ ഞങ്ങൾ ഇതിലൂടെ നടന്ന് പോയത്. അപ്പോൾ കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് കളിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മോനാണിത്. മോൻ്റെ കൈ പിടിച്ച് ഞാൻ അങ്ങനെ അവനെ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി. അവനക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അവനക്ക് വെള്ളത്തിൽ കളിക്കാൻ എന്താണെന്ന് അറിയില്ല, ഈ പ്രാവശ്യം ഭയങ്കര ഇഷ്ടം. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഉപ്പച്ചിയുള്ള ടൈമിൽ വന്നപ്പം ആൾക്ക് ഭയങ്കര പേടിയും കരച്ചിലും. അന്ന് ആകെ ബഹളമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് ആൾ ഇരുന്ന് മണ്ണിൽ എന്താ പറയുക, കുഴിയിൽ പേര് എഴുതുന്നുണ്ട്, കളിക്കുന്നുണ്ട്, വെള്ളത്തിൽ ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. കാരണം ആൾ കൈ വിട്ടാൽ പിന്നെ ഒറ്റ പോക്ക് പോകും, പേടിയാണ്. പിന്നെ അവന് അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, 1 2 3 എന്നൊക്കെ പറഞ്ഞ് കൗണ്ട് ചെയ്ത് ഇങ്ങനെ എന്തെല്ലാം പറയുന്നുണ്ട്. പിന്നെ അവനും എൻ്റെ അനിയത്തിയും കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ചെറിയ അനിയത്തിയാണ് പോകുന്നത്. അപ്പോൾ അവളിങ്ങനെ അവിടെ ഓടി കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ വന്നു കേട്ടോ, ഇങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, കൈതച്ചക്ക അതൊക്കെ വാങ്ങി കഴിച്ച്. പിന്നെ കടലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിതിൽ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ട കൈതച്ചക്കയാണ് കേട്ടോ, പൈനാപ്പിൾ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു സൈഡിലിരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ സൺസെറ്റൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പരുന്തുകളും കാക്കകളും ഇങ്ങനെ വട്ടിട്ട് പറക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ ഉണ്ട് സംഭവിച്ചിരുന്നു അവിടെ. ഐസ്ക്രീം പിന്നെ ഞങ്ങൾ വാങ്ങണ്ടെന്ന് കരുതിയതാണ്. കാരണം ഇപ്പോൾ ക്ലൈമറ്റ് ശരിയല്ലല്ലോ, തണുപ്പൊക്കെ ഉള്ള ഒരു ഇതല്ല, സീസണല്ല. അപ്പോൾ പിന്നെ ഐസ്ക്രീം വല്ലാണ്ട് അങ്ങോട്ട് കഴിച്ചില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീണ്ടും ഇങ്ങനെ കടലിൻ്റെ സൗന്ദര്യം അല്ലേ, നമ്മൾ കടൽ കാണാൻ വന്നത് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി നിൽക്കും. അതുപോലെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് പിന്നെ ആളുകൾ വന്ന് നിറയുന്നുണ്ട്. ഒരുപാട് ആളുകളായി. നേരത്തെ കണ്ടതിനെക്കാട്ടും കൂടുതലുണ്ട്. ഒരുപാട് പരുന്തുണ്ട് കേട്ടോ, കുറച്ചൊന്നുമില്ല, എത്ര തോനെയാണ്. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ പരുന്തിനൊക്കെ കാണുന്നത് ഗായ്സ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് പട്ടി ഷോ ആണ്, കണ്ടോളി. ഞാനിങ്ങനെ നടക്കുന്നതിൻ്റെ ഫുട് പ്രിൻറ്റ്സൊക്കെ ഞാൻ എൻ്റെ അനിയത്തിനോട് ഷൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എനിക്കതൊരു ഇഷ്ടം അങ്ങനെ ചെയ്തെടുക്കാൻ. പിന്നെ മിലു, എൻ്റെ മോനിങ്ങനെ വെള്ളത്തിലിങ്ങനെ കളിക്കുകയാണ്. കൂടെ അവൻ്റെ മേമമാരും ഉണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. കാരണം അവരുടെ കയ്യിൽ കൊടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ അവൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ആളിങ്ങനെ അവരോടൊപ്പം ഇങ്ങനെ അവരെ കൈയൊക്കെ പിടിച്ചിട്ടാണ്, എന്നാലും ഒരു പേടി. അപ്പോൾ ആൾ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവനാണ് ഈ ഒരു ടൈം നല്ലോണം എന്താ പറയുക എൻജോയ് ചെയ്തതെന്നാണ് തോന്നുന്നത്. ഞങ്ങളെക്കാളും എൻജോയ് ചെയ്തിരിക്കുന്നു അവൻ. പിന്നെ അവിടുന്ന് നേരെ വന്നിട്ട് മൂപ്പര് ഇവിടെ കിടന്നിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞാണ്ട് പോയി കാണും മലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവന് സ്വന്തം ഉണ്ടാക്കിയതാണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവനോട് കാല് കഴുകാൻ വേണ്ടി വിളിച്ചപ്പോഴേ അവന് പിന്നെ വെള്ളത്തിൽ കളിക്കുകയാണ്. ഞാൻ വിളിച്ചിട്ട് അവന് വരുന്നില്ല. അവനക്ക് വരാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് തോന്നുന്നത്. ഒരുപാട് വിളിച്ച് അങ്ങനെ പിന്നെയും കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് വെള്ളത്തിൽ കളിച്ച് ഇതൊക്കെ ആയിട്ട് പിന്നെ ഞാൻ അവനും കൂടി ഇങ്ങനെ നടന്ന് പോവാം കേട്ടോ അങ്ങോട്ട്. അഗെയിൻ സൺസെറ്റൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ആ സൺസെറ്റും ആ ഒരു ബോട്ടൊക്കെ, ആ ഒരു നല്ലൊരു ഹൊറൈസൺ. അങ്ങനെ ഇവിടെ ഇങ്ങനെ പരുന്തുകളൊക്കെ വട്ടിട്ടൊക്കെ പറക്കണം കണ്ടിട്ട് ഞങ്ങളൊന്ന് അവിടെ വരെ പോയൊക്കെ. അവിടെ നിറയെ ആളുകളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയൊക്കെപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവിടെ ഒന്നുമില്ല, അവിടെ മീൻ ഈ ബോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ മീനൊക്കെ ഉണ്ട് അവിടെ, അതുകൊണ്ടാണ് പരുന്ത് പറക്കുന്നതെന്ന് മനസ്സിലായി.
അങ്ങനെ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഗൈസ്. നല്ല കടകളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും അവിടെ പോയി കഴിച്ചില്ല കേട്ടോ. നേരെ വീട്ടിലേക്ക് വിട്ട് എവിടെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.